ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്രഷറിലെ ഇലക്ട്രിക്കൽ വർക്ക് HT 4 പോൾ സ്ട്രക്ചറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ. അതിൻ്റെ വർക്ക് പാതിയായിട്ടേ ഉള്ളൂ. 4 പോൾ സ്ട്രക്ചർ അതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രക്ചറിലും മുകളിൽ വരെ നമ്മൾ കോപ്പർ സ്ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ 4 സ്ട്രക്ചറിലും കോപ്പർ സ്ട്രിപ്പ് 25x3 കോപ്പർ സ്ട്രിപ്പ് മുകളിൽ വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തമ്മിൽ ഇൻ്റർലിങ്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ നിലത്തൂടെയാണ് ഇൻ്റർലിങ്ക് ചെയ്തിട്ടുള്ളത്. വർക്ക് നടക്കുന്നേ ഉള്ളൂ. അതാണ് ഇങ്ങനെ ഒരു കച്ചറൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതിന് ശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ലൊരു അടിപൊളി ഒരു വർക്കെല്ലാം നടക്കുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോമർ വെക്കാൻ വേണ്ടി പ്ലിന്ത് റെഡിയാക്കിയിട്ടുള്ളത്. 1.30 ഹൈറ്റാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്ലിന്ത് ഹൈറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ എർത്തിങ് ബെൽറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോഡി എർത്ത് ന്യൂട്രൽ എർത്തെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇലക്ട്രിക്കൽ റൂമിലൊക്കെ നമ്മൾ ട്രെഞ്ചിലൊക്കെ ബെൽറ്റ് കോപ്പർ സ്റ്റിപ്പ് കൊണ്ട് ബെൽറ്റ് ഇരിക്കുന്ന പോലെ എല്ലാ പാനൽ ബോർഡിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്ഫോമറിന് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ 4 ഭാഗത്തും എർത്ത് ഇതിൽ നിന്ന് കണക്ട് ചെയ്താൽ മതി. 2 എർത്ത് ഇതിലേക്ക് വന്നിട്ടുണ്ട്, 2 ഭാഗത്തുനിന്നായിട്ട്. ഒന്നിന് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇതിലേക്ക് ഇവിടെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ വന്നിട്ടുള്ളത് ഒരു എർത്ത് പിച്ചിനാണ്. ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു എർത്ത് പിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എർത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് അപ്പുറം ഒരു പ്ലേറ്റ് എർത്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അതിലേക്ക് ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിപ്പ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂട്രൽ ലിങ്കിന് വേണ്ടിയിട്ട് നമ്മളെ ന്യൂട്രൽ എർത്തിന് പുറത്ത് വെച്ചിട്ടുള്ളത്. അത് ട്രാൻസ്ഫോമർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട്, അതായത് വെച്ചിട്ട് ശേഷം നമുക്ക് ബാക്കി കണക്ഷനെല്ലാം ചെയ്യാം എന്ന രീതിയിലാണ് ഇപ്പോൾ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് A to Z, അതായത് സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ വർക്കുകളും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അതായത് മുകളിൽ DO-ഫ്യൂസ്, അതിൻ്റെ വേണ്ടി അതുപോലെ അതിൻ്റെ സ്വിച്ചസ്, ക്ലോസാം, എല്ലാം ഇൻസുലേറ്റർ, എന്തൊക്കെ ഇൻസുലേറ്ററാണ്, പല ടൈപ്പ് ഉണ്ട്, ഡിസ്ക് ഇൻസുലേറ്റർ, പിൻ ഇൻസുലേറ്റർ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കാണ്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സാമ്പിൾ വീഡിയോ പോലെ ഇതിപ്പോൾ എർത്ത് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്താണ്. അതിന് പുറമെ ഒരു ന്യൂട്രൽ എർത്തും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ 2 സ്റ്റിപ്പ് കാണുന്നത്. $250 kVA ട്രാൻസ്ഫോമറാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ ഓൾറെഡി ഇവിടെ ജനറേറ്റർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഇലക്ട്രിക്കൽ റൂമാണ്. അവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, കിർലോസ്കറിൻ്റെ. അതും 250 kVA ജനറേറ്റർ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിയുള്ള ട്രാൻസ്ഫോമർ വെക്കുന്നതും അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നാളെ ഇതിൻ്റെ UG കേബിൾ 185 200 UG കേബിളാണ് ചെയ്യുന്നത്. അത് പ്ലാനൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് ട്രാൻസ്ഫോമർ വെച്ചതിന് ശേഷം അതിൻ്റെ ടെർമിനേഷന്, അതുപോലെ ഇവിടെ ഒരു കേബിൾ ട്രേ അടിച്ചിട്ട് നല്ല ക്ലാമ്പൊക്കെ ചെയ്തിട്ട് കാണുന്ന ഭാഗമായിട്ട് നല്ല വൃത്തിയിൽ ചെയ്യണം. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ റൂം, ക്രഷറിലെ മോട്ടറിലെ വർക്കുകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരുപാട് 14 പാർട്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുമായി കൂടുതൽ വർക്കുകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.